ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് വാങ്ങിയത്, എങ്ങനെയാണ് വാങ്ങിയത്, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ചോദിച്ചിരുന്നു. അപ്പം ഉപയോഗത്തെക്കുറിച്ച് പറയാറായിട്ടില്ല, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത് ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. നമ്മൾ കാശ് കളയാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെ എനിക്ക് നേരിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കടയിൽ പോയിട്ടായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്, അത് ഞാൻ ഓൺലൈനിൽ വാങ്ങി, അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം വാങ്ങിയിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പം സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് മേടിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന എല്ലാ പോരായ്മകളും എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ. ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, ഏത് ഓൺലൈൻ സൈറ്റിൽ നിന്നും എനിക്ക് മേടിക്കാനായിട്ട് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ നല്ല സാധനം കിട്ടുമോ, ഇനി നമ്മളെ പറ്റിച്ചിട്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് തരുമോ എന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ചിലപ്പം അത് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കാം, ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതൊക്കെ പൊട്ട സാധനങ്ങളാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ ആളുകളും പറയുന്നത് നല്ലതാണ് എന്നാണ്. നമ്മൾ കൂടുതലും ഇപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവർക്ക് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷമാണ് മിക്കവാറും കേട്ടോ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങുന്നത്, ആദ്യമായിട്ട്. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഏട്ടനാണ് എല്ലാ ഓർഡറൊക്കെ കൊടുക്കുകയും സാധനം ഇന്നത് വേണമെന്ന് പറയുമ്പോൾ വാങ്ങിക്കാറ്. പക്ഷെ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ തന്നെ എല്ലാം തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് സെർച്ച് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്കായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം എങ്ങനെയാണ് വാങ്ങിക്കുക എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഏട്ടൻ ഇങ്ങനെയാണോ ഓരോന്നും കൊടുക്കുമ്പോൾ, അഡ്രസ്സ് കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴായാലും എല്ലാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതലും എല്ലാം ചെയ്തിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധനം കൊണ്ട് തരുമ്പോൾ ക്യാഷ് കൊടുക്കുന്ന ഏർപ്പാടില്ലേ, അപ്പോൾ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മറ്റത് ചെയ്യാനൊരു പേടിയുണ്ട്, ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സാധനം വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തില്ല കേട്ടോ, ക്യാഷ് ഓൺ ഡെലിവറിയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം പോൺസിൻ്റെ ഫേസ് വാഷ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം നേരത്തെ ഞാൻ യൂസ് ചെയ്തത് ഇത്രയുള്ള ഒരു പാട്ടായിരുന്നു കേട്ടോ. പാട്ടല്ല, ഇതുപോലെ തന്നെ ട്യൂബായിരുന്നു, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു എന്നുള്ളതിൽ സംഭവം സെയിം തന്നെയാണ്. വൈറ്റ് ഉള്ളത് പിങ്ക് ആക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ആ ഒരു പടം കാണാൻ പറ്റും, വൈറ്റ് കളറിലും പിങ്ക് കളറിലോട്ട് മാറ്റിയതും അറിയാൻ പറ്റും, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നതിന് ശേഷമാണ് കേട്ടോ വാങ്ങിച്ചത്, രണ്ടാമത് വാങ്ങിച്ചതാണ്. അതാണ് ഇത്രയും വലിയ ട്യൂബായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇത്രയുള്ളത് വാങ്ങിച്ച് കുറേ നാൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ലാക്മിയുടെ ഫേസ് വാഷ് കൂടി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും വെച്ച് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് നല്ലത് ഇതായിട്ട് തോന്നി. എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് നല്ലതായിട്ട് തോന്നി, അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 452 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിരിക്കുന്ന വില. നമ്മൾ കടകളിൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുവാണെങ്കിൽ 452 രൂപ തന്നെ അവരെടുക്കും, 1 രൂപ പോലും കുറയ്ക്കത്തില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഈ റേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഓഫറിൽ കിട്ടും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ചില സെയിലൊക്കെ നടക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് 50%, 60%, 10% ഒക്കെ ഓഫറിൽ കിട്ടുമ്പോൾ ഇതിനെക്കാട്ടി നന്നായിട്ട് റേറ്റ് കുറയും. അപ്പം നമുക്ക് ഈ സാധനം തന്നെ കുറച്ച് വിലയിൽ കിട്ടിയാൽ നല്ലതായിരിക്കില്ലേ. അപ്പം അങ്ങനെ ഞാൻ നോക്കി ഇരുന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് പോയിട്ട് വാങ്ങിക്കാനാണെങ്കിൽ പറ്റത്തില്ല, 2-3 ദിവസമൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം, ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് സെർച്ച് ചെയ്യണം എങ്ങനെയാണ് വില, റേറ്റ് എങ്ങനെയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഒരു ദിവസം നോക്കുന്നതായിരിക്കത്തില്ല പിറ്റേന്ന്. കൂടുതൽ രാത്രിയിലാണ് കേട്ടോ നോക്കേണ്ടത്. എന്ന് വെച്ചാൽ രാത്രിയിലാകുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഓഫർ ഇടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 452 രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചത് 210 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം അത്രയും കുറച്ച് റേറ്റിലാണ് ഓൺലൈനിൽ വാങ്ങിച്ചിരിക്കുന്നത്, ഓഫർ വന്നിരിക്കുന്നത് 210 രൂപ. അപ്പോൾ ഇപ്പം നോക്കിയപ്പം ഇപ്പം ഞാനിത് മേടിച്ചിട്ട് തന്നെ ഒരു മാസത്തിൽ കൂടുതലാവാൻ പോകുന്നു കേട്ടോ, 1 മാസം ആവാൻ പോകുന്നു ഇത് വാങ്ങിയിട്ട്. അപ്പം 1 മാസം ആവാൻ പോകുന്നു ഇത് വാങ്ങിയിട്ട്.
അപ്പോൾ ഇപ്പം നോക്കിയപ്പം 216 രൂപയുണ്ട് ഈ ഒരു ഫേസ് വാഷിന് വന്നിട്ട്. നമ്മൾ കടയിൽ പോവുകയാണെങ്കിൽ എപ്പോൾ പോയാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്ന റേറ്റ് തന്നെ ആയിരിക്കും വാങ്ങിക്കുന്നത്. 1 രൂപ പോലും അവർ കുറയ്ക്കത്തില്ല. നമ്മുടെ 1 രൂപ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ സാധനം എടുക്കാണ്ട് പോകുമെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഓൺലൈനിൽ നോക്കിയപ്പം നല്ല റേറ്റ് കുറവുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ സംഭവം വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം സെർച്ച് ചെയ്ത് നോക്കാമെങ്കിൽ നല്ല റേറ്റിൽ കുറവിൽ കിട്ടും കേട്ടോ. പക്ഷെ ഇപ്പം ഈ സമയത്ത് നോക്കുകയാണെങ്കിലേ കിട്ടുള്ളൂ. നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം. എന്തായാലും 452-ന് മുകളിൽ പോകില്ല കേട്ടോ. അതിൽ കുറച്ചേ കാണുള്ളൂ. എന്തായാലും വേണ്ടുന്നവർ വാങ്ങിക്കാൻ നോക്കിട്ടോ, സെർച്ച് ചെയ്ത് നോക്ക്. കുറഞ്ഞ റേറ്റ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തിരിക്കട്ടെ. ഇതിൻ്റെ എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കും. ഒന്നിക്ക് കമൻറ്റിൽ കാണും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിയത് ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അധികം ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷോർട്സ് ആക്കിയത്. ഷോർട്സ് അങ്ങനെ അധികമൊന്നും ആരും കണ്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് കേട്ടോ. ഇതിനെ എങ്ങനെയാണ് റേറ്റ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എന്തൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെയുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർസിൻ്റെ ഒരു ലിപ് പാലറ്റാണ് കേട്ടോ. ഇതിനകത്ത് വില വന്നിട്ട് 349 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ ചെന്ന് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും അവരെടുക്കുന്നത്. പക്ഷെ ഓൺലൈനിൽ നോക്കിയപ്പം 306 രൂപയ്ക്കാണ് എനിക്ക് ഈ സാധനം കിട്ടിയത് കേട്ടോ. അപ്പം അന്ന് കുറച്ച് എനിക്കൊന്ന് ഓഫർ കുറവായിരുന്നു. എന്നാലും 349 രൂപയുടെ സാധനം നമുക്ക് 306 രൂപയ്ക്ക് കിട്ടില്ല. അത് തന്നെ വലിയ കാര്യമില്ലേ. അപ്പോൾ അത്രയും കുറവിലാണ് നമുക്ക് ഇതിനകത്ത് ഓഫർ വന്നത്. അപ്പോൾ ഇതിൽ കുറയാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ കുറവായിരിക്കും റേറ്റ് വരുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കുറേ പ്രാവശ്യം ഇങ്ങനെ നോക്കുക എത്രയാണെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഓഫറൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഇനിയിപ്പോൾ ഓണം ഓഫറൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് കയറി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓഫറൊക്കെ കിട്ടും. 50%, 80% വരെ കിട്ടുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് സെർച്ച് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വാങ്ങിക്കരുത്. ചിലപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന റേറ്റ് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നോക്കുക. ഞാനും ഇത് കുറേ ഇരുന്ന് വാങ്ങിച്ചാണ്. അപ്പം ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ട് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കാട്ടി കൂടുതൽ റേറ്റിലാണ് വന്നിരിക്കുന്നത്. എനിക്കപ്പോൾ ഇത്രയും കുറഞ്ഞു കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോവാണ്. ഇതൊക്കെ ഏകദേശം അടുപ്പിച്ച് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തതും വാങ്ങിയതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മേടിക്കുമ്പോഴും. പിന്നെ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. അപ്പം എനിക്കൊരു വിശ്വാസമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം, എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നെനിക്ക് ബോധ്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. മെബിലിൻ ന്യൂയോർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ. അപ്പം ഇതും മേടിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ, ചെറിയുടെ ഫ്ലേവർ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും ഞാൻ റേറ്റ് കുറച്ച് നോക്കിയപ്പോൾ ഇതാണ്. ലാക്മിയുടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കുറച്ച് റേറ്റ് കൂടെ അവർ ഓഫർ ഇട്ടിട്ടില്ല. അതിനകത്ത് കൊടുത്തിരിക്കുന്ന റേറ്റ് തന്നെയാണ് കേട്ടോ. ഇതാകുമ്പം ഓഫർ ഉണ്ട്. അപ്പം ഞാൻ ഒരെണ്ണമാണെന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിയത് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ ഒരു കവറിലാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്കിത് ഇങ്ങനെ ഒരു കവറിലാണ് വന്നിരിക്കുന്നത്. അതെടുത്തപ്പോൾ ഇതിൻ്റെ 2 എണ്ണമാണ് കിട്ടിയത്. ആദ്യം ഞാൻ ഒരെണ്ണം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷെ അപ്പം തന്നെ നമുക്ക് 2 എണ്ണമാണെങ്കിൽ ഈ ഒരു റേറ്റിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വാങ്ങിയതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 245 രൂപയാണ് രണ്ടിനും കൂടി. അപ്പം ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ കവർ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അതിന് കവർ കാണുന്നില്ല. ഇത് ഞാനങ്ങ് വെച്ചിരുന്നു. ഇത് കുറച്ച് ഡാർക്ക് കളറാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. ഇത് പക്ഷേ കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യും. എന്നാൽ രണ്ടും മറിഞ്ഞിരിഞ്ഞു കിട്ടും. എന്നാൽ ഇതാണ് ഞാൻ മിക്കവാറും ഡെയിലി യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് നല്ല രസമാണ് കേട്ടോ. ഇത് സ്ട്രോബെറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. ഇത് വന്നിട്ട് ഇത് ഏത് കളറാണെന്ന് വെച്ചാൽ ചെറി കിസ് ലിപ് ബാമാണ് കേട്ടോ. ചെറി കിസ്സാണിത്. ചെറിയുടെ ആണ്, എന്നാലും ഒരു എന്താ നമ്മൾ സ്ട്രോബെറിയുടെ ഒക്കെ ഒരു മണമില്ലേ, ആ ഒരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. ഇത് രണ്ടും ഏകദേശം ആ ഒരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. സ്ട്രോബെറിയുടെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ചെറിയുടെ സ്മെല്ല് എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ചെറി കിസ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ചെറി ക്രഷ് അല്ല ബെറി ക്രഷ്. അപ്പോൾ രണ്ടാണ്. ഇത് ചെറി കിസ്സും ഇത് ചെറി അല്ല
ബെറി ക്രഷും. ഇത് ചെറി കിസ്സും, ഇത് ബെറി ക്രഷും. അങ്ങനെ 2 കളറും 2 ഫ്ലേവറുമാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ടും ഒരേ ഫ്ലേവർ തന്നെയാണ്. എന്ന് വെച്ചാൽ സ്മെല്ല് വന്നിട്ട് രണ്ടും ഒരേപോലെയാണ്. അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ രണ്ടും ഒരു കണക്ക് തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. എനിക്ക് ഇതിന് കുറച്ച് ഡാർക്ക് കളറുണ്ട്, ഇതിന് ലൈറ്റ് കളറാണ്. എന്നാലും രണ്ടും ഏകദേശം ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 രൂപയ്ക്കകത്ത് 398 രൂപയാവും രണ്ടും കൂടി വാങ്ങിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ വില 199ആണ്. അപ്പം രണ്ടും കൂടി ആകുമ്പോൾ 398 രൂപയാവും. എനിക്ക് കിട്ടിയിരിക്കുന്നത് 245 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി 245 രൂപ എന്ന് പറയുമ്പോൾ ലാഭമല്ലേ. അപ്പോൾ ഇത് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യുകയും ചെയ്യും. അടുത്തത് ഞാൻ വാങ്ങിക്കുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതും അതിൻ്റെ ഇതും കൂടി. ഇത് ബെഞ്ചാരാസ് ടച്ച് ഓഫ് നേച്ചർ സോഫ്റ്റ് ആൻഡ് ഇൻ പ്രീമിയം റോസ് വാട്ടർ. ഇത് റോസ് വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടോണറായിട്ടൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കണ്ടതാണ്. ജസ്റ്റ് ഇതിന് മുമ്പ് പണ്ടെപ്പോഴോ ഞാനിങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് പറ്റില്ലായിരുന്നു. അന്നൊക്കെ എനിക്ക് ഈ ചൊറിച്ചിലൊക്കെ വരും മുഖത്ത്, ഇങ്ങനെ കുരുമുനാന്ന്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും. അതുകൊണ്ട് അന്നൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ഫ്രീ അല്ല, ആരോ കൊണ്ട് തരുമോ അങ്ങനെ എന്തോ ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇപ്പോഴല്ല, കുഞ്ഞിലേക്ക് ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് അങ്ങോട്ട്. റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ മുഖത്ത് നല്ല കുരുപ്പും ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ചൊറിച്ചിലോ അല്ലെങ്കിൽ കുരുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിച്ചത് ഇതാണ്. ഇത് ഞാൻ കുറേ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുവിധം യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സാധനം. അടുത്ത് കുറേ ആളുകൾ ചോദിച്ചൊരു സംഭവം, എന്താണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ റേറ്റ് കൂടുതലായിട്ടാണ് കാണാറുള്ളത്. ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള കറക്റ്റ് അതേ റേറ്റ് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് പലരും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഡെർമാക്കോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറം. അപ്പോൾ ഇത് സിറമാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. ഇത് നമ്മുടെ ഫേസ് സിറമാണ്. നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. മുഖത്തെ ഡാർക്ക്നെസ്സും അതുപോലെ ഈ കുഴികളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കുറേ നാള് പറഞ്ഞത്. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ ആയിട്ടില്ല. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് കുറേ കുരുപ്പുകളുണ്ടായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ ഭയങ്കര നല്ല മുഖക്കുരുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് കുഴികളിങ്ങനെ, ഇവിടെ എല്ലാം ഫുള്ള് കുഴിയാണ് കേട്ടോ. നന്നായിട്ട് കാണാൻ പറ്റും, അറിയാൻ പറ്റും. എന്നെ നേരിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം നന്നായിട്ട് കുരുപ്പുണ്ട്. നമ്മൾ ഫോണിൽ അത്രയും എറിക്കത്തില്ല കേട്ടോ. അപ്പോൾ ചില വീഡിയോസിനകത്തൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ കുഴികളൊക്കെ ഉള്ളതായിട്ട്. കുരുപ്പൊന്നും അധികം ഇല്ല, പക്ഷേ കുഴികളുള്ളതായിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും മാറണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം. അപ്പോൾ വെളുക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. വെളുക്കുന്ന കാര്യമൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ അത് മാറുമെന്നാണ് പറയുന്നത്. ഈ കുഴികളൊക്കെ ഉള്ളത് നെഗരും. പിന്നെ ഫുള്ള് മാറുമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയുന്നതായിരിക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡെയിലി റുട്ടീൻ പോണൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 2 നേരം യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഞാൻ. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇച്ചിരി എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 249 രൂപയാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ടാണ് കുറച്ച് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇതൊരു കുഞ്ഞ് ബോട്ടിലാണ്. ഒരു ശകലമേ ഉള്ളൂ, ഇച്ചിരി ഉള്ളൂ. നമ്മുടെ കുഞ്ഞ് വിരലിൻ്റെ അത്രേ ഉള്ളൂ. എന്താ കണ്ടില്ലേ, ഇത് പൊട്ടുന്ന കുപ്പിയാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഈ കുഞ്ഞ് വിരലില്ലേ, അത്രേ ഉള്ളൂ, കുപ്പി അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള സാധനം അതിനെക്കാട്ടി പകുതിയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ആയതേ ഉള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ ഒരു സാധനം നമ്മൾ വളരെ കെയർ ചെയ്ത് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഫേസിലും ഒരുപാട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അവർ പറയുന്ന ആ ഒരു രീതിയിൽ മാത്രം യൂസ് ചെയ്യുക. ഒരു 2-3 ഡ്രോപ്പ് ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പം 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് നോക്കുക. നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നീട് നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഇത് കാണുന്നവർക്ക് ഒരു ത്വര ഉണ്ടാവില്ല എന്താണെന്നുള്ളത്. എനിക്കും അങ്ങനെയാണ്. ആദ്യം ഒരു സംഭവം കാണുമ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയുണ്ട്. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 2% സാലിസിലിക് ആസിഡ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കുറേ ഉണ്ട്, വേറെ കുറേ ഉണ്ട്. 10% ഉണ്ട്. അങ്ങനെ ഇതിനെ കൂടി വരും. അപ്പോൾ ആദ്യം നമ്മൾ 2% ഉപയോഗിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരല്ലേ. അപ്പം ഇത് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ
കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റിലുള്ളത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പം ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 2-3-4 പ്രാവശ്യം ആയതേ ഉള്ളൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് അല്ലെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വേരിയേഷൻ തോന്നുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പം ഇതാണ് സംഭവം. ഈ 2 സംഭവമാണ് ഞാൻ അടുത്തത്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ വന്നത്. ഒരു പാട്ടയ്ക്കത്തിട്ടാണ് വന്നത്. ഇതിന് മാത്രം ഈ ഒരു കവർ ഉണ്ടായിരുന്നു. കുറച്ച് സേഫായിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് അല്ലാണ്ട് ഇതിനകത്ത് ഇങ്ങനെ കിടന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് വേണ്ടേ. അപ്പം ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വൈശുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അമ്മച്ചിക്ക് ഇത്രയും സാധനം വാങ്ങിയില്ല, അപ്പോൾ എനിക്ക് ഒരു സാധനമെങ്കിലും വാങ്ങിച്ചു തന്നൂടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കുമല്ലോ, ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവളിങ്ങനെ കണ്ടു, അമ്മച്ചി എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. സൂപ്പറാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ക്വാളിറ്റി ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 175 രൂപയാണ് കേട്ടോ. അപ്പം കുഴപ്പമില്ല, നമ്മുടെ പൈസയ്ക്ക് വർത്തായിട്ടുള്ള സാധനം തന്നെയാണ്. ഞാനൊരു കടയിൽ പോയപ്പോൾ ഈ സംഭവം നോക്കിയായിരുന്നു കേട്ടോ. അതിനകത്ത് ഏകദേശം ഒരു 300 രൂപ സംതിങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇത്രയും കുറച്ച് ഓഫറും കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനകത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഐഷാഡോ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാൻ വയ്യ. എന്നാലും അത്യാവശ്യം ഐഷു ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒന്നും കൊടുക്കില്ല. എന്തെങ്കിലും സ്കിന്നിന് അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അവൾ ബഹളം വെക്കുമ്പോൾ മാത്രം ഇങ്ങനെ എടുത്ത് കൊടുക്കും കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കഴുകി കളയാറുണ്ട്. ഞാനങ്ങനെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കരുത്, എനിക്ക് പേടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖമല്ലേ, എന്താ പറ്റുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് അവൾ കുറച്ച് മാത്രം വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യും. അവൾക്കതറിയാം ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചുകൂടാന്നറിയാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇടാറുള്ളൂ. ഇതൊക്കെ പിന്നെ വല്ലപ്പോഴൊക്കെ എടുത്തിട്ട് കേട്ടോ, കണ്ണിൻ്റെ മുകളിലൊക്കെ തേക്കാനാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടും. പിന്നെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലും ഇടാറ്. സ്കൂളിൽ അങ്ങനെ ഇട്ടു. ഇത് വാങ്ങിച്ചന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പം അന്ന് 1-2 ദിവസമൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയി. ഇപ്പം ഈ ഒരു ഐഷാഡോ ഒക്കെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിൻ്റെ മുകളിലൊക്കെ തനിയെ തേച്ചുകൊണ്ട് പോയി. പിന്നെ ഇത് റോസ് പൗഡർ ആണ്. ഇത് കുറച്ച് ഗ്ലേസിങ് ഉള്ളതാണ് കേട്ടോ. ഇത് സാധാ പൗഡറാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യും. ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. വേറെ എന്ത് മനസ്സിലാക്കിയാലും ഇത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെയാണ്. ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് മനസ്സിലാവും. അങ്ങനെ തന്നെ ചെയ്യും. ഭാവിയും ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ കൊടുക്കാറില്ല, അത് സൂക്ഷിച്ച്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കോല ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അറിയാമല്ലോ, കണ്ടിട്ട് തന്നെ മനസ്സിലായി. ഇപ്പോൾ വന്നിട്ടിപ്പോൾ 1 മാസം ആവാറായി. ഇതിൻ്റെ കോല ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ അവർ രണ്ടുപേരും കേൾക്കും. അതുകൊണ്ടാണ് ഇവിടെ വഴക്കിട്ടിട്ടൊക്കെ ഞാനിത് വാങ്ങിച്ച് വെക്കും. എടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് എടുത്തിടുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും വൃത്തിയായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കോലം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2 കൂരി പിള്ളേരാണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 699 രൂപയാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഓഫറിലാണ് കിട്ടിയിരിക്കുന്നത്. റേറ്റ് വന്നിട്ട് 175 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പം 600 സംതിങ്ങിൻ്റെ സാധനം 175 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഓഫറിൽ കിട്ടിയതാണ്. എന്നിട്ട് 70% അങ്ങനെ എന്തോ ഒരു ഓഫറായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വാങ്ങിയ എത്രയും റേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബ്രാൻഡ് തന്നെയല്ല, വേറെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതിനകത്ത് ഏതാ നല്ലതെന്ന് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വാച്ചാണ് കേട്ടോ. വാച്ചിൻ്റെ ബ്രാൻഡൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, എന്തൊക്കെയോ ഒരു പേര്. ഇത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രാൻഡ് നോക്കിയിട്ടൊന്നും വാങ്ങിയതല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഗോൾഡൻ കളറാണ് നോക്കിയത്, പക്ഷേ റേറ്റ് കുറച്ച് കിട്ടിയത് ഇതാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1999 രൂപ. 2000 ആ ഒരു റേറ്റാണ്. 2000 ആണ് റേറ്റ് വന്നിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കേട്ട് പരിചയമുള്ള പേരല്ല, അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയിൽ നിൽക്കാത്തത്. നമ്മൾ നമ്മുടെ സൊനാറ്റ, അതുപോലെ ടൈറ്റൻ, പിന്നെ ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെതും ഉണ്ട് വാച്ച്. ഈ ടൈപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു ടച്ച് വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. കുറച്ച് ഓഫറിലൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും ഇത്രയും ഓഫർ കിട്ടുന്നില്ല. അപ്പം നമ്മുടെ കയ്യിൽ കാശും കുറവായിരുന്നു. ഇത് എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു വാച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 2 കണ്ണി ഉണ്ടായിരുന്നു. ഞാനത് കൊടുത്ത് മാറിയില്ല, അത് ഇളക്കി കളഞ്ഞിട്ട് എൻ്റെ കൈക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുത്തു.
ഞാൻ ഈ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ഈ വാച്ച് ഇട്ട് അണിഞ്ഞൊരുക്കിയാണ് പോയത്. അപ്പോൾ അത് ഇങ്ങനെ വരും. ഇത് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. ഇത്ര ലൂസാണ്. ഇത് കുറച്ചുകൂടി ലൂസായിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ ദൂരിപ്പോകുന്ന രീതിയിലായിരിക്കും. പക്ഷേ ഇപ്പം ഞാനത് ശരിയാക്കി. നമ്മുടെ കടയിൽ ചെന്നപ്പം പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു, ഇത് കണക്കുള്ള വാച്ചൊക്കെ ഉണ്ടോ ചേട്ടാ, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ, ഇത് കണക്കുള്ള വാച്ച് കിട്ടുമോ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു മോഡലിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ റേറ്റ് എത്രയാവും എന്ന് അറിയാമല്ലോ. ഇത് തന്നെ അല്ല, ഈ ബ്രാൻഡ് തന്നെ ആയിരിക്കത്തില്ല, ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ ചോദിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു, ഓ ഇല്ല, ഓൺലൈനിലൊക്കെ വെറും കൂറ സാധനമല്ലേ കിട്ടുന്നത്, അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കടയിൽ വെച്ചേക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. എനിക്കത് വല്ലാതെ ടച്ച് ചെയ്തു. അപ്പം അന്നോട്ട് ഞാൻ വിചാരിക്കും, ഇത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും ഞാൻ വിചാരിച്ചു ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കും, എത്ര നാൾ ഓടുമെന്ന് അറിയാലോ. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. പക്ഷേ എനിക്കിത് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നല്ല ഒരു കുറച്ച് ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ചെറിയ പെയിൻറ്റ് പോയതുപോലെ, അത് ചിലപ്പം എല്ലാ വാച്ചിനകത്തും കാണുമായിരിക്കും. നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചാലും ഇങ്ങനെ കാണുമായിരിക്കും എന്നുള്ളതല്ലാണ്ട് നല്ല സംഭവമുണ്ട്. കയ്യിലിടാനും നല്ല സുഖമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഒരുപാട് വലിയ വെയിറ്റ് ഒന്നുമില്ല. സൂപ്പർ സാധനമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഒരു സാധനം. ഇതിൽ ഫ്രീ ഡെലിവറി ആണെങ്കിൽ നമ്മൾ വേറെ പൈസയൊന്നും അഡീഷണൽ ആയിട്ട് കൊടുക്കണ്ട. പക്ഷേ ഇതിനകത്ത് സർവീസ് ചാർജോ അങ്ങനെ എന്തോ പാക്കറ്റ് ചാർജോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിനൊരു 7 രൂപ അങ്ങനെ എന്തോ ആവും. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ടായിരിക്കും ഒരു 7 രൂപയും കൂടി നമ്മൾ അഡീഷണൽ ഇതിന് കൊടുക്കണം. അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ മേടിക്കുമ്പം ഉള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഫ്രീ ഡെലിവറി ആണെന്ന് പറഞ്ഞിട്ട് അവർ പാക്കിംഗ് ചാർജ് അപ്പോൾ അത് ഒരു 7 രൂപ, ചിലതിന് 12 രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഓൺലൈനിൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാനില്ല. നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുതരും, വേണമെങ്കിൽ വീട്ടിൻ്റെ അകത്തും കൊണ്ടുതരും. അപ്പോൾ അത് നമ്മുടെ സൗകര്യം പോണത്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ കടയിൽ പോകുന്നതിനെക്കാട്ടിലും സേഫാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയത് എന്താണ് കേട്ടോ എന്ന് വെച്ചാൽ, ഇവരെ രണ്ടുപേരെയും കൊണ്ടിട്ട് എനിക്ക് കടയിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏട്ടൻ എപ്പോഴും എൻ്റെ കൂടെ വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ കടയിൽ ചെന്നാലും ഇവർ നമുക്ക് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നുമുള്ള സാവകാശം തരത്തില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ കുറേ സെർച്ച് ചെയ്ത് നല്ല ഏതാണ് ചീത്ത ഏതാണെന്ന് കണ്ടുപിടിച്ച് റേറ്റും ഏതാണ് നല്ലത് ഏതാണ് കുറവ്. അപ്പം നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കടയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ റേറ്റ് എത്രയാണ് ഇങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നമ്മളൊരു സാധനം ചെല്ലുക, എടുക്കുക, നമുക്ക് നോക്കുക, വാങ്ങിക്കുക, തിരിച്ചു വരിക, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ആരുടെയും ഒന്നും ഇത് ചെയ്യേണ്ട. നമുക്ക് ഇഷ്ടമുള്ളപ്പം എപ്പോഴാണ്, രാത്രിയെങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ, പാതിരാത്രിയെങ്കിൽ പാതിരാത്രി. ഇപ്പം ഞാൻ കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത് ഒരു 11 മണി 12 മണി ആ ഒരു സമയത്താണ്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഉറങ്ങിയാലേ എനിക്ക് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കാനോ ഒക്കെ ഉള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം ഉണ്ടായി എന്നെനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ ഒരു സമയത്താണ് കൂടുതലും ഓഫർ ഇടുന്നത്. അപ്പോൾ ആ ഒരു ഓഫർ സമയത്ത് പോയി വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത സാധനം പരിചയപ്പെടുത്താം. ഇത് ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഒരു കവറിനകത്താണ് വന്നത്. പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്ന കവറില്ലേ, അപ്പോൾ അതിനകത്ത് അങ്ങനെ വലിയ സേഫ്റ്റി ആയിട്ടൊന്നും അല്ല വന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കൈ കിട്ടിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതൊക്കെ കളർ പോകുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ബാഗിൻ്റെ ലെതറൊക്കെ വലിയ പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ ഇതുപോലൊരു ബാഗ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, അതും വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് 2 കുറേ ഉണ്ട് കേട്ടോ, 2 ഉണ്ട്. പിന്നെ കുറേ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മാവ എടുത്ത് കളഞ്ഞാണ് ഇതിനകത്ത് ഇട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫിറ്റായിട്ട് ഇങ്ങനെ ഇരുന്നാണ് വന്നത്, പക്ഷെ കുഴപ്പമില്ല. അപ്പം ആദ്യം ഒരു വെയിറ്റ് പോലെ തോന്നിയെങ്കിലും ഇതെല്ലാം എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആയി. ഇത് നമുക്ക് ചെറുതാക്കാം, വേണമെങ്കിൽ ഈ ഒരു നീളത്തിൽ തന്നെ ഇടാം, വേണമെങ്കിൽ കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഇടാം. ഇത് നമ്മൾ വലുതാക്കിയിട്ടാണല്ലോ ഇതിടുന്നത്, നമ്മുടെ തോളല്ലെങ്കിൽ വേദന എടുക്കും. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ലെങ്ത് കൂട്ടാൻ വേണമെങ്കിൽ. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഇടാൻ പറ്റും. അപ്പം ഞാൻ മെയിനായിട്ടും ബാഗ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ തുണിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ അതേണ്ടേ ഇതാണ് ബാഗ് വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ ബാഗ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് പിള്ളേരുടെ തുണിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് പിള്ളേരുടെ തുണി കൊള്ളുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കൊള്ളും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ബാഗാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എന്തെങ്കിലും വാട്സൺ മൈ ബാഗെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഈ 2 ബാഗും കൂടി കമ്പയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അറിയണമല്ലോ, വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ. അതെന്തായാലും ഞാൻ ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലേ. ബാഗിന് വന്നിട്ട് 1999 രൂപയാണ്. അപ്പോൾ അത്രയും ഓഫർ കിട്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് എത്ര രൂപയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതിന് വില വന്നിട്ട് 259 രൂപയായിട്ടുള്ളൂ. അപ്പോൾ 1999 രൂപയുടെ ബാഗ് 259 രൂപയ്ക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ശരിക്കും കിട്ടും ഇല്ലയോ. അപ്പോൾ ഈ ക്വാളിറ്റിക്ക് കുറവൊന്നും തോന്നുന്നില്ല, കണ്ടിട്ട് തോന്നുന്നില്ല. ഇനി ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം. ഞാൻ കുറച്ചാൾ ഉപയോഗിച്ചിട്ട് എൻ്റെ റിവ്യൂ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും എല്ലാ സാധനങ്ങളുടെയും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫേസ് വാഷിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് വാങ്ങിച്ചത്. ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ലിപ് ബാമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ലാക്മിയുടെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് മെബിലിൻ്റെ അല്ലേ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ബാഗും ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട്. 1999 രൂപയുടെ ബാഗാണ് എനിക്ക് കിട്ടിയത്. 259 രൂപ കേട്ടോ. അപ്പം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അപ്പോൾ 259 രൂപയ്ക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് നോക്കിയപ്പം ഇതിന് 279 രൂപയാണ് അതിനകത്ത് റേറ്റ് കിടക്കുന്നത്. അപ്പം 279 ആണെങ്കിലും അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ചാർജ് ഉണ്ട്, പാക്കിംഗ് ചാർജോ അങ്ങനെ എന്തോ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൂടുമ്പോൾ അത്രയും കൂടും. 279 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വാങ്ങിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ സംഭവങ്ങൾ വാങ്ങിക്കാം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു 50% ഞാൻ ഉറപ്പ് തരുന്നു. നല്ല പ്രോഡക്റ്റാണ് എല്ലാം. എന്ന് വെച്ചാൽ ബാക്കി ഇനി നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല സാധനമായിട്ട് തോന്നി. വേറെ ഫോൾട്ടും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു കീറ്റലോ അല്ലെങ്കിൽ പൊളിഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാം നല്ലതാണ്, എല്ലാം നല്ല പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പം ആദ്യമായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സാധനം കിട്ടുക എന്നുള്ള എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ, നേരത്തെ തൊട്ടേ ഉണ്ട്. അപ്പം ഞാനിതുവരെ മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ വറീഡ് ആയിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇത് വരുന്നത് വരെ എനിക്കൊരു വെപ്രാളമായിരുന്നു. ദൈവമേ വല്ല പൊട്ടിപ്പൊളിഞ്ഞ സാധനമൊക്കെ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പോലും അറിയത്തില്ല. പിന്നെ അതിന് സെർച്ച് ചെയ്ത് 10 ദിവസത്തെ എങ്ങാണ്ട് ഇതുണ്ട്. അതിന് മുമ്പേ നമ്മൾ തിരിച്ചയച്ചാൽ മതി. പക്ഷെ അതുവരെ ഞാൻ സെർച്ച് ചെയ്ത് പഠിച്ചെല്ലാം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 10 ദിവസം കഴിയും. പിന്നെ ഇവരെ കൊണ്ടിട്ട് വേണമല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അവർ സമ്മതിക്കത്തില്ലെങ്കിൽ ആ ഒരു ടൈം കൂടി നമുക്ക് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഒരുവിധം കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഏറ്റവും നല്ലതാണെന്ന് പറയാനായിട്ടില്ല, ഞാൻ റിവ്യൂ ചെയ്യാം. ഇതെല്ലാം ഉപയോഗിച്ച് 1 മാസമെങ്കിലും കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മേടിച്ചിട്ട് ഉടനെ എങ്ങനെയാണ് പറയുന്നത്. അപ്പം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അപ്പം വേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഓൺലൈനിൽ നിന്ന് വലിയ മോശപ്പെട്ട സാധനങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം കണക്കിരിക്കും. അപ്പോൾ അവർ കെയർ ചെയ്യുന്നത് കണക്കിരിക്കും കേട്ടോ. നമ്മൾ ഈ ലോഡിങ്ങുകാരൊക്കെ ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കൂട്ടിക്കും, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രയും നല്ല പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഫ്ലിപ്കാർട്ടുകാരുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയാൻ വയ്യ. അവർ പക്ഷേ എനിക്കൊന്നും എല്ലാം പാക്ക് ചെയ്ത് വൃത്തിയായിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇവർ കൊണ്ടുവന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട് പൊട്ടിക്കുന്നതാവാനാണ് ചാൻസ്. പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് പൊട്ടിപ്പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയതെല്ലാം ഭാഗ്യം കൊണ്ട് നല്ല സാധനങ്ങളാണ്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഉറപ്പായിട്ട് ഞാൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും, എല്ലാ പ്രോഡക്റ്റിൻ്റെയും കേട്ടോ. അപ്പോൾ ഇനി ആമസോണിൻ്റെ ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ലെങ്ത് കൂടുതലായി പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.